ചേട്ടൻ്റെ വീട്ടിലെ ഇതാ ഗുണ്ടു ഗുസ്തിയും അടിയും ബഹളവും ഇതേ നിങ്ങൾ ഈ മിനുമിനത്തെ കണ്ണ് കാണുന്നുണ്ടോ? എൻ്റെ ഗുണ്ടുവിൻ്റെ കണ്ണ് കാണുന്നുണ്ടോ? നമ്മളിവിടെ വരുന്നു എന്നാണ് പറയുന്നേ. ഇനി ഈ വിളി ഞാൻ വരുന്നേരെ കാണും. മക്കളെ കെട്ടിയിടണോ നിന്നെ? ഒരു രക്ഷയില്ല. ഗേറ്റ് അടിയും തൊഴിയും വിളിയും. ഞങ്ങളിവിടെ അവനെ എടാ നമ്മൾ ഉടനെ വരാൻ, എനിക്ക് കുറച്ച് ദൂരമൊക്കെ പോകണം, കടയിലൊക്കെ കയറണം, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റോഡിൽ ക്രോസ് ചെയ്ത് ഇങ്ങെത്തി. പക്ഷെ അവിടെ കിടന്നു അലേറിയുള്ള വിളി. ആദ്യം ഗേറ്റ് പൊട്ടൽ മാത്രമേ ഉള്ളുമായിരുന്നു, അത് കഴിഞ്ഞ് കുരയ്ക്കലും തുടങ്ങി. പാവം. അപ്പോൾ ശ്രീകുട്ടി ചോദിച്ചു, അമ്മ നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയി നോക്കിയാലോ അമ്മ അച്ഛമ്മയുടെ വീട്ടിൽ, നമുക്ക് ബഹളമാണെങ്കിൽ നമുക്കിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാം, എന്തായാലും ഒരു ദിവസം ശ്രമിച്ച് നോക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തോട്ട്, ഈ 7-8 കിലോമീറ്റർ ഉണ്ട് ചേട്ടൻ്റെ വീട്ടിൽ പോകാനായിട്ടേ. അപ്പോൾ ഞങ്ങൾ ആകെ പോകുന്നത് നമ്മുടെ മൃഗാശുപത്രി 2 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ അവിടെയൊക്കെ അമ്മാമ്മയുടെ വീട്ടിലും ഒക്കെ അമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകണം, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ യാത്രകളേ ഉള്ളൂ. ഇത്രയും ലോങ് അവ ഇരിക്കുമോ? ജംഗ്ഷനൊക്കെ കാണുമ്പോൾ ഒക്കെ അവൻ ഇനി കുരയ്ക്കുമോ? വേറെ ഡോഗുകളെ കണ്ടാൽ പ്രശ്നമാവുമോ? അങ്ങനെയൊക്കെ ഞാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ നിങ്ങൾക്കറിയാലോ എത്ര ദൂരെ വേണമെങ്കിലോ എന്ന് വെച്ചാൽ തല ഇങ്ങനെ പൊക്കി വെച്ചാണ് അവൻ റോഡും അതും ഇതുമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു പേടിയില്ല അവന്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൾ എല്ലാ വീഡിയോ എടുത്തില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ജംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെ അവൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, എല്ലായിടും ഇങ്ങനെ തല പൊക്കി നോക്കുക. അവൻ്റെ ജീവിതത്തിലെ ടൂറാണ് ആദ്യത്തെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് പൊക്കി നോക്കുന്നു, തല പൊക്കുന്നു, ബാക്ക് പൊക്കുന്നു. എന്റെ ബാക്ക് പൊക്കലുണ്ടല്ലോ സ്ഥിരം. എന്നിട്ട് പേടിച്ചിട്ട് എന്റെ മടിയിൽ കയറിയിരിക്കുന്നു. ആളൊക്കെ കാണുമ്പോ എന്റെ പുറത്താവും. എന്നാ എത്തി നോക്കണണ്ടാ ഈ ഇടയ്ക്ക് ഇത്ര നീളം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടവൻ ആസ്വദിച്ചാണ് അവ ഇരിക്കുന്നത്. എത്തി വലിഞ്ഞാണ് ഇങ്ങനെ നോക്കുന്നത്. പിന്നെ പുഴകളും തോടുകളും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു ഇതൊക്കെ കാണാൻ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. പിന്നെ കൃഷിയൊക്കെയാണ് ഇവിടെ കൂടുതലും. അപ്പോൾ അതൊക്കെ എങ്ങനെ അവൻ കാണുന്നുണ്ട്, നല്ല രസമായിട്ട്. കണ്ടില്ലേ അവൻ്റെ തല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു നേരം പോലും തല താഴ്ത്തി ഇരുന്നിട്ടില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം മുതൽ ഈ നോട്ടം തന്നെ. അങ്ങനെ നമ്മുടെ അച്ചാമ്മയുടെ വീടെത്തിയിട്ടുണ്ട്. നോക്കിയപ്പോൾ പാറു ചേട്ടൻ്റെ അനിയൻ്റെ മോളാണേ, മൂത്തയാൾ. ഡോഗും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഗുണ്ടു ഇങ്ങനെ, ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഗുണ്ടുവിൻ്റെ കുര, ഏതെങ്കിലും ഒരു റോഡിൻ്റെ ആ സൈഡിൽ കൂടി പോയാലും മതി മണം പിടിച്ചിട്ട് അവൻ കുരയ്ക്കണത്. അപ്പം ഞാനിങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഇവ ഇപ്പോൾ കുരയ്ക്കും, ഇവിടെ ബഹളം ഉണ്ടാക്കും, ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓടി വരും, പേടിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടുത്തെ, ഞാൻ പണ്ട് നിങ്ങൾക്ക് കുഞ്ഞായിരുന്നപ്പോൾ കാണിച്ചു, അധികം വയസ്സൊന്നുമില്ല, ഒരു 6-7 മാസം പ്രായമുള്ളതാണ്. ഈ കുട്ടുമണി എന്നാണ് പേര്. ഓടി വന്നതും രണ്ടുപേരും പരിചയപ്പെടലാണ്. അപ്പോൾ മറ്റേ നമ്മൾ അവിടുത്തെ കുട്ടുമണിക്കൊരു പേടി, അവൻ ചെന്ന് ഇങ്ങനെ മണപ്പിക്കണ കണ്ടപ്പോൾ ഓടുന്നുണ്ട് കേട്ടോ. എടാ ഞാൻ അത്രക്കാരനല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനമെന്ന് വെച്ചാൽ ഗുണ്ടുവിന് കുരയൊന്നുമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോകുമ്പോൾ അവന് പേടി. പക്ഷേ നിങ്ങൾ കാണും, കുറേ കഴിയുമ്പോൾ ഈ കുട്ടുമണി ഭയങ്കര കുരയിലായിരുന്നു ഗുണ്ടുവിനെ നോക്കിയിട്ട്. ഗുണ്ടു പാവം പോലെ ഇരുന്നു. അവനറിയാം ഇത് അവരെ വീട്ടിൽ പോയതാണ്, അപ്പം നമുക്ക് ഡീസൻ്റായിട്ട് പെരുമാറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടു ഒരു ഭയങ്കര ഡീസൻ്റ് മാൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇനി എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, ഞാൻ പാവമാണെന്നുള്ളൊരു പാവമായിരുന്നു കേട്ടോ. കുരയ്ക്ക് ഒന്നും ചെയ്തില്ല. പിന്നെ ആദ്യത്തെ കുറച്ച് നേരത്തെ പരിചയപ്പെടലെല്ലാം കഴിഞ്ഞു. ആദ്യം കുട്ടാ കുരയ്ക്കുന്നില്ല കേട്ടോ രണ്ടുപേരും. പരിചയമില്ലല്ലോ, ഇഷ്ടമേ ഉള്ളൂ രണ്ടുപേർക്കും. ഒന്ന് കൂട്ടുകൂടാനായി.
ഞാൻ വരൂല പോടാ. ഗുണ്ടു എല്ലാ വണ്ടിയിലൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി ഇവിടെ എവിടെയെങ്കിലും ബാത്റൂമിൽ പോകുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെയും കൊണ്ട് പുറത്തൊക്കെ പോയി ബാത്റൂമിലൊക്കെ വിട്ട് എല്ലാം ഓക്കെ ആയിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ടു. ചോറും കൊടുത്തു നോക്കി, പക്ഷെ കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അവൻ കഴിക്കത്തില്ല എന്ന്. പിന്നെ ഇവിടെ കുട്ടുമണി തുള്ളലും അവനെ കെട്ടിയിട്ട് ഞങ്ങൾ അതിനകത്തോട്ട്. അവനാണെങ്കിൽ ഗുണ്ടുവിനെ കണ്ടിട്ട് ഭയങ്കര ഒരു പൊസസീവ്. ഇവിടെ കിടന്ന് വിളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അവൻ. പിന്നെ അവനെ തുറന്നു വിടാത്തതിൻ്റെതാ. ഗുണ്ടു നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ തന്നെ ഇങ്ങിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞങ്ങളും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, കുരയ്ക്കില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയൊന്നും പേടിക്കേണ്ടി വന്നില്ല. അവിടെ കൊണ്ട് കെട്ടിയിട്ടപ്പോൾ അവൻ നല്ല അനുസരണയോടെ എന്നെയും കൂടി കൊണ്ടുവന്നല്ലോ, എന്നെ അവിടെ ഇട്ടിരുന്നില്ലല്ലോ. ഭയങ്കര ഹാപ്പി. എനിക്ക് കൂട്ടുകാരെയൊക്കെ കിട്ടിയല്ലോ അമ്മയെന്നുള്ള ഒരു ചിരിയും, എടാ നിനക്ക് സന്തോഷമായോടാന്നൊക്കെ ചോദിച്ചോ, ഭയങ്കര ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് അവരഴിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു കുട്ടുമണി അയച്ചു വിടൂ, എൻ്റെ കുണ്ടുവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ കുറച്ച് നേരം അഴിച്ചു വിടുന്നു. അന്ന് കാരണം ഉണ്ടല്ലോ, കുട്ടുമണി ഭയങ്കര കുരയിലായിരുന്നു അവിടെ കിടന്ന്. അപ്പോൾ അവളെ അയച്ചു വിട്ട് അവനയച്ചു. അവളെന്ന് എൻ്റെ ആമിയെ പോലെ ഓർമ്മ വരണം കേട്ടോ. അപ്പം കുട്ടു ആണെങ്കിൽ ഇതിലേ പോയി അവനെ ഇങ്ങനെ മോഹിപ്പിച്ച് ഓടിക്കളയും, അടുത്ത് ചെല്ലും, ഓടും. പിന്നെ എല്ലാവരുടെടുത്തും ഭയങ്കര സ്നേഹം കേട്ടോ ഇവന്. എല്ലാവരോടും ചാടി കളിയും ബഹളവും ഇതൊക്കെ കണ്ട് നമ്മളെ കൊണ്ടുപോകാൻ ഒരു കുഴപ്പമില്ല, ഒരു പിണക്കവും ഇല്ല. ചേച്ചി പിന്നെ കുറേ നേരം ഒളിച്ച് കളിയായിരുന്നു. കണ്ടോ, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ കുട്ടുമണി അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓടിക്കളയും. ഭയങ്കര രസമായിരുന്നു അവർ രണ്ടുപേർക്കും. ഭയങ്കര ഗുണ്ടുവിന് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കുറച്ച് വേറെ ഒരു സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ കളിക്കാനും ഒക്കെ പറ്റി, കുറച്ച് ഫ്രീ ആയവൻ. പിന്നെ നമ്മളെടുത്ത് ഈ കുട്ടുമണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് നല്ല പരിചയമുണ്ട് കേട്ടോ. നമ്മളടുത്തൊക്കെ ചാടി പരക്കും ബഹളമൊക്കെ. പിന്നെ ഗുണ്ടു അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കണുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ചുകൂടി അടുത്തോട്ട് കൊണ്ട് വിടറേ. ഡാഡി ഇത് കൊള്ളാമാ, ഇത് ഇവിടെ നിൽക്കുവേ കളിക്കണത് ഒളിച്ചു കളി. നേരെ ഇവരെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നൊരു അരമണിക്കൂറോളം നമ്മളെ റെഡി ഗുണ്ടു ഒളിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഇടനിലക്ക് കയറിയായിട്ട് കുട്ടിക്ക് അടുത്ത് പോണോന്നൊക്കെ ഉണ്ട് രണ്ടുപേർക്ക്. കണ്ടോ, കള്ളിയാണ്, അല്ല കള്ളനാണ്, രണ്ടുപേരും ആൺകുട്ടികളാ കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുട്ടുമണിയെ കെട്ടിയിട്ടിട്ട് കൂട്ടിലാക്കിയിട്ട് ഇപ്പം കുറച്ച് നേരമായപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയപ്പം വിളി തുടങ്ങി, എന്നെയും കൂടി അകത്ത് കയറ്റണേ, ഞാൻ പുറത്തുള്ള കുട്ടിയല്ല അകത്തുള്ള കുട്ടിയാണെന്ന്. അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പിന്നെ അകത്തൊക്കെ കയറ്റി. ഭയങ്കര സന്തോഷം. അകത്ത് കയറ്റി ഞങ്ങളോടി അങ്ങ് ഫ്രീ ആയല്ലേ, അവനൊരു കുഴപ്പമില്ല. ഒരു വെളിയിലൊരു പുറത്തൊരു വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ ഒരു ഇതും ഇല്ലായിരുന്നില്ല. അവരുമായിട്ട് നല്ല ഇണങ്ങി. പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവളെ എൻഗേജ്മെന്റിനും അല്ലാതെ 1-2 തവണയൊക്കെ വന്നിട്ടുണ്ട്. കിടക്കുന്ന രീതികൾ പലവിധം പല രീതിയിലായിരുന്നു. അവന് എങ്ങനെ കിടന്ന് ഉറങ്ങണം, ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നത്. അതൊന്നുമില്ല, ഉറങ്ങേണ്ട ടൈം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ. കാരണം വീട്ടിലെ ആ സമയം ഉറക്കമല്ലേ, അപ്പൊ അവന്റെ ഉറക്ക ടൈം ആയിരുന്നു തോന്നുന്നു. ആ സമയത്ത് ഭയങ്കര ഉറക്കം, എന്തോ മുഖത്ത് വെയിലടിച്ചിട്ടും അറിയുന്നില്ല. പിന്നെ കൊറേ നേരം അവിടെ കിടന്ന് ഉറങ്ങുന്നു. എനിക്കാണെങ്കിൽ അവന്റെ സ്വന്തം വീട് പോലെ ആയല്ലേ അവിടെ ചെന്നിട്ട്, അവനൊരു കുഴപ്പമില്ല. പിന്നെ പോവാൻ നേരമായപ്പം ഗുണ്ടു ഇനിയെങ്കിലും നിനക്കിൻ്റെ കൂടി മിണ്ടിക്കൂടെ കൊട്ടിന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ സൈഡ് ഈ സൈഡ്. ഇതെൻ്റെ അച്ചാമ്മയുടെ വീടാണ് കേട്ടോ, ഇതാണ്. പിന്നെ അറിയാമല്ലോ, പിന്നെ ആള് രണ്ടുപേരും കളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നേരം, അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ. ഞങ്ങൾ രണ്ടുപേരും പാറും അവനെയും പിടിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇളയാൾ വന്നപ്പോൾ ഞാൻ അവളെ കയ്യിൽ കൊടുത്ത്
പിന്നെ കുറച്ച് ദൂരം അവിടെയൊക്കെ നടന്നും ഓടിയും ചാടിയൊക്കെ കുറേ നേരം അങ്ങനെ ഗുണ്ടുവും പാക്കെ നിന്നു. എന്നിട്ട് ഗുണ്ട് പിന്നെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി അനിയത്തി കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വാ, എനിക്കറിയാം സ്ഥലമൊക്കെ. പിന്നെ ഞങ്ങൾ പോവാൻ സമയമായി. അപ്പം അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവ എങ്ങനെയായി ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഭയങ്കര ഒന്നുകൂടി കാണിച്ചു തരും. ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അവന്റെ ബാക്ക് പൊക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അവൻ ഇങ്ങനെ കുണ്ടിലോ കുഴിയിലോ വീഴണമെങ്കിൽ ബാക്ക് പൊക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഒക്കെ നേരെ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ലുക്കിലിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനെ കുറച്ച് നേരം അവർക്കൊക്കെ കാണിച്ചും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്രോൾ തീർന്ന് പെട്രോൾ അടിക്കാൻ പോകണം. അപ്പോൾ ഇവനെയും കൊണ്ട് എങ്ങനെ പോകുമെന്ന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാ ആൾക്കാരുടെയൊക്കെ ആൾക്കാരെ കണ്ടാൽ കുരയ്ക്കുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കണ്ടോ ബാക്ക് പൊക്കി നിൽക്കുക, ഇതൊക്കെയാണ് പ്രത്യേക തരം പോസാണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ആ വൈകിനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇവള് പറഞ്ഞ് ഞാൻ പെട്രോൾ പമ്പിൽ അങ്ങ് വരൂല, ഞാൻ ഗുണ്ടുവിനെ വെച്ചോണ്ട് ഇവിടെ ഇപ്പുറത്ത് വല്ല റോഡിൽ നിൽക്കാന്ന്. പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവര് ചോദിക്കുന്നു അവരിങ്ങനെയൊക്കെ പോകുന്ന ഇഷ്ടമാണോ, ആള് നല്ല സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ പമ്പിലെന്നൊക്കെ. കാലം മുതലേ അവൻ മറ്റു കുട്ടികളെ എല്ലാം തട്ടിപ്പറിച്ചിട്ട് മാറി നിന്നിട്ട് അവ ഒറ്റയ്ക്ക് വന്ന് കട്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പാല് കുടിക്കാനൊക്കെ. പിന്നെ അതുപോലെ നമ്മളെ ഫസ്റ്റ് യാത്രയാണ് ഇത്. ഗുണ്ടുവിൻ്റെ ബൈക്ക് എത്ര അവന് എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. ഫുള്ള് ഇങ്ങനെ എന്ന് വെച്ചാൽ വിരയുടെ പ്രശ്നം കാരണം അവനിങ്ങനെ ഛർദിലും പിന്നെ തല നൂന്ന് നിൽക്കാതെ അങ്ങനെ അവനെ ആദ്യമായിട്ട് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകണേ. അതുപോലെ ഒരു കുഞ്ഞ് അടുത്തിരിക്കുന്ന പപ്പിയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി. അവൾക്കാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല, കുഞ്ഞ് ബേബിയായിരുന്നേ. അതുകൊണ്ട് അവളെയും അവനെയും കൂടി നമ്മൾ ഫസ്റ്റ് യാത്ര പോകണതാണ്. അന്നേ മറ്റേ കുഞ്ഞു ബേബി അങ്ങ് ഒതുങ്ങി ഒളിച്ചിരിക്കുമ്പം ഇവൻ അന്നേ ഇങ്ങനെ ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണിച്ചതാ. നേരതാ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരിച്ചു വന്നപ്പോഴും അവന് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കൊതി തീരാതെയും യാത്ര ചെയ്ത് കൊതി തീരാതെയും ഈ നോക്കുന്നത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ ഒരു എന്താ പറയുക, യാത്രകളെ സ്നേഹിക്കുന്ന ഒരു ഗുണ്ടുമോനാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ അങ്ങ് കുഞ്ഞിലേ ശീലിക്കുകയും ചെയ്തു. അവൻ വണ്ടിയിൽ കയറ്റി ഇരുത്തി ഞങ്ങളെല്ലടവും കൊണ്ടുപോവുകയും ഒക്കെ. അവൻ്റെയും കൂടി ഇഷ്ടങ്ങൾ ഞങ്ങൾ വില കൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ. പിന്നെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇപ്പോഴുള്ള കുട്ടുമണി വന്നതിന് ശേഷം അവർ വീട്ടിനകത്തെല്ലാം ഡോഗിനെ കയറ്റും, കുട്ടുമണിയെ കയറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം എവനെയും കൂടി കൊണ്ടുപോയപ്പോൾ. പിന്നെ ഞാൻ ആ വീടെത്തിയിട്ട് അവൾ പോയി ഗേറ്റ് തുറക്കുന്നു. അവ അഡ്ജസ്റ്റ് ചെയ്ത് ചന്തിയൊക്കെ പൊക്കിയിട്ട് നിൽക്കുന്നുണ്ടോ. വീട്ടിൽ കയറി വന്ന് പിന്നെ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ. അവിടെ കുട്ടുമണിയായിട്ട് കളിയും ബഹളവും ഒന്ന് ആക്റ്റീവായല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങി ആശൻ. അവിടെ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ തുടൽ അഴിക്കും മുമ്പേ ഞാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ചെന്ന് അവൻ്റെ ഒരു സന്തോഷം പോയി കിടന്നങ്ങ് ഉറക്കുക. ഞാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ചെന്ന് പിന്നെ നന്നായിട്ട് അങ്ങ് ഉറങ്ങിയ ആൾ. അവൻ്റെ ഒരു കിടപ്പ് കണ്ട എന്തൊരു ക്യൂട്ടല്ലേ പാവൻ്റെ കുഞ്ഞ്. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗുണ്ടുവിനെ കുറച്ച് പരിശോധനകളാണ്, എന്തെങ്കിലും ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ അപ്പുറത്ത് തോട്ടത്ത് കൊണ്ടുപോയപ്പോഴും പശുക്കളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ അവിടെയും അതുപോലെ നമ്മൾ മറ്റേ കുട്ടുമണിയായിട്ടുമൊക്കെ ചെന്നതല്ലേ. അപ്പം ഒന്ന് ദേഹപരിശോധന, ഇവരെവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നാൽ ഫുൾ ചെക്കപ്പാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എവിടെയാണ് കൊണ്ടുപോയി? ഞാൻ പറഞ്ഞു താഴോട്ടാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കലാണ്. ഇവർ 2 പിള്ളേരും നോക്കും കേട്ടോ എവിടെയെങ്കിലും നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നാൽ. കാരണം അപ്പുറത്ത് പശുക്കളുള്ളത് കൊണ്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറും. അങ്ങനെ ഒരെണ്ണം എന്തോ കിട്ടി കണ്ടോ അമ്മ എന്നും പറഞ്ഞിട്ട് കിടന്നു കൊടുക്കണണ്ട. ഇതിന് നോക്കാൻ വേണ്ടി അവൻ വേണമെങ്കിൽ പേര് കുറെ വാരിയിട്ടുണ്ട് വരും.
ഇവിടെയൊക്കെ നോക്കട്ടു, കഴുത്ത് നോക്കുക. ഇവിടെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല ചേച്ചി. ശരി. അയ്യോ എവിടെ ഉണ്ടു? ഒന്ന് മസാജൊക്കെ ചെയ്ത് വിടും അവന്. രാത്രി ഒന്നും കഴിച്ചില്ല, വൈകുന്നേരം കഴിച്ചു. കൈ നോക്ക്. ഇല്ല ചെടിക്കൊണ്ട് ഇപ്പോൾ നടന്നു അഴുക്ക് ഫുള്ളും ഉണ്ടല്ലോ. നാളെ കുളിപ്പിച്ചോളാം. ഇതെന്തുവാടി കിട്ടും, ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കിട്ടും. കാരണം എന്ന് വിളയിൽ പോയാലും ഇവരെന്നെ വഴക്കാണ്. ഞാൻ വിളയെ കൊണ്ടുപോയെന്ന് പറഞ്ഞ ഉടനെ നോക്കും. വേറെ എല്ലാം അപ്പുറത്തെ പശുക്കളുള്ളടത്ത് പോയാൽ, വേറൊരിടം കൊണ്ടുപോയാൽ റോഡിലെ സൈഡിലൊന്നും കുഴപ്പമില്ല. മടിയാൻ പിള്ളാച്ചി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ കമൻ്റ് ഇടണം. ഒരുപാട് പേര് സ്ഥിരം നമുക്ക് വേണ്ടി കമൻ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.